സോ ഇത് നമ്മളൊരു 15 മിനിറ്റ് കളർ ഇങ്ങനെയാണ്. ഇത് ബ്ലാങ്കിൻ്റെ ആണ്, ഇത് സാമ്പിളിൻ്റെ ആണ്. ഇനി ഇത് മറ്റേ സ്പെക്ട്രോമീറ്ററിൻ്റെ ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഫോട്ടോ സ്പെക്ട്രോമീറ്റർ. ഇതിനകത്ത് നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, അബ്സോർബൻസ് കണ്ടുപിടിക്കുന്നത്. അത് വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കാൻ ആഡ് കണ്ടന്റ്. ഡയറക്റ്റ് റീഡിംഗ് ആയിരിക്കും. നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് വരച്ച് കഴിഞ്ഞാൽ ആഡ് കണ്ടന്റ് കിട്ടും. നമ്മൾ ഒരു വൈ ആക്സിസിൽ പേഴ്സൻറ്റേജ് ഓഫ് അബ്സോർബൻസ് ആയിരിക്കും ഉണ്ടാവുക, എക്സ് ആക്സിസിൽ ആഡ് കണ്ടന്റ് ഉണ്ടാവും. ലിസ്റ്റൊക്കെ ഓണൊക്കെ അറിയില്ലേ? ഇല്ലേ? ഞാൻ വേറെ എന്ന് പറഞ്ഞാൽ തലക്കിട്ടടിക്കും. എന്നാൽ നമുക്ക് ഈ സെർച്ച് ബാറിൽ വന്നിട്ട് കാണുന്നുണ്ട് ആരെങ്കിലും ഇയാൾ വീഡിയോ എടുത്താലും മതി. ഈ സെർച്ച് ബാറിൽ വന്നിട്ട് എന്ത് ചെയ്യുക, സ്പെക്ട്രോമീറ്റർ അടിക്കുക. കണ്ടോ, ഡബിൾ ബീം സ്പെക്ട്രോമീറ്റർ, ഫോട്ടോമീറ്റർ. അത് ഓണാക്കിട്ട നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ബാക്കിൽ കണ്ടോ ഒരു റെഡ് ലൈറ്റ് എത്തുന്നുണ്ടോ? ഇവിടെ 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 അത് ഓണാക്കിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇതിനകത്ത് ലാമ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് കുറച്ച് നേരം ഹീറ്റ് ആയാലും നമുക്ക് റീഡിങ്സ് പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് വർക്കിംഗ് അല്ല അതിൻ്റെ മീനിങ്. ഇത് ആദ്യം ഓണാക്കി ഇടണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് ഓപ്പൺ ആക്കി ഇടാം. ഇത്രയും വന്നില്ലേ? ഇനി ഇവിടെ കുറേ നീല ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. ബോട്ടിൽസ് അല്ല, പാക്കിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതിനെ ക്യൂവെറ്റ്സ് എന്ന് പറയാം. ക്യൂവെറ്റ്സ് രണ്ടെണ്ണം ഉണ്ടോ? ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് പിടിച്ച് പോയി കാണാൻ പറ്റും. ഇതിൻ്റെ രണ്ട് എൻഡ് ട്രാൻസ്പെറൻറ്റും രണ്ട് എൻഡ് അതായത് ഒപ്പാക്കുമാണ്. ഇതിൽ കൂടെ ലൈറ്റ് എന്തുപോലെ കടന്നു പോകില്ല. ഈ ട്രാൻസ്പെറൻ്റ് കടന്നു പോകുള്ളൂ. നമ്മൾ വെക്കാൻ പോകുന്ന സാധനങ്ങൾ ഈ മെഷീനകത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഉണ്ടോ, ഇവിടെ നിന്നായിരിക്കും റൈസ് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ വെക്കുന്ന സമയത്ത് ഈ പോർഷൻ ഉണ്ടല്ലോ ട്രാൻസ്പെറൻ്റ് സെക്ഷൻ, അത് നമ്മുടെ ഫേസ് ചെയ്യാൻ രീതിയിൽ വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി ഇങ്ങോട്ട് വന്ന് വേറെ ക്യാമറ ഉണ്ട്, വേറെ ഫോണുണ്ടോ? ഇത് പെട്ടെന്ന് അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഒരു ഫോൺ ഉണ്ട് വേറെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കുക. അതായത് രണ്ട് സെക്ഷനായിട്ട്, ഒരു സെക്ഷനിൽ ഒരു 5 സ്ലോട്ടുള്ള റൗണ്ട് ഷേപ്പ് ഉണ്ടായിരിക്കും. ആ റൗണ്ടിലുള്ള 5 സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. അടുത്ത സെക്ഷനിൽ ഒറ്റ സ്ലോട്ട് ഉണ്ടാവുള്ളൂ. ആ 5 സ്ലോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലാങ്ക് വയ്ക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത് കമ്പാരിസണാണ്. ബ്ലാങ്കും സാമ്പിളും നമ്മളെ കമ്പാരിസൺ. ഇതിൽ എത്ര ഇത് കണ്ടന്റ് ഉണ്ടോ നമ്മൾ ഡിഫറൻസ് ആണ് ഇത് റീഡിംഗ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് പിടിച്ചോ. ഇനിയിപ്പോൾ അതിനകത്ത് നോക്കി, ഇതിനകത്ത് ഒറ്റ സ്ലോട്ട് കണ്ടോ, ഇവിടെ 5 സ്ലോട്ട് ഉണ്ട്. ഇതിങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ഉണ്ടോ, ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമ്പർ ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെ ഉണ്ട് 1, 2, 3 ഒക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ 1 അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഇവിടെ ബ്ലാങ്ക് വെച്ചില്ലേ, ഇവിടെ സാമ്പിൾ വെക്കും. ഇത് വെക്കുന്ന സമയത്ത് ഇത് രണ്ട് പാരലായിരിക്കണം എപ്പോഴും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കരുതെന്ന്, ഇതും ഇതും പാരലായിരിക്കണം. അത്ര മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ കാര്യം ചെയ്തേ, ഇതിനകത്ത് ഒരു ബ്ലാങ്ക് നിറച്ച്, ബ്ലാങ്ക് നിറച്ച് മൊത്തം തുളി പോകാത്ത രീതിയിൽ ഇത്രയൊക്കെ നിറച്ചാൽ മതി. ഇനി മോണിറ്ററിലുള്ള നമ്മളിനി ഇവിടെ ലാമ്പ് എന്ന് പറഞ്ഞൊരു ഇത് കണ്ടോ ടൂൾ ബാറിനകത്ത്. ഈ ലാമ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് VAS എന്നൊരു ഓപ്ഷൻ ഉണ്ടോ. VAS എന്ന് പറഞ്ഞാൽ വിസിബിൾ എന്നാണ് അർത്ഥം. വിസിബിൾ ഓൺ ആക്കി ഇടാം. ഇത് പ്രശ്നമില്ലല്ലോ. ഈ ഒരെണ്ണത്തിൽ സാമ്പിള്, ഓക്കെ, ഒരെണ്ണത്തിൽ ബ്ലാങ്കും ഒരെണ്ണത്തിൽ സാമ്പിളും. എന്നിട്ട് ഇവിടെ വയ്ക്കുക. അതുകൊണ്ട് ചെയ്താലോ. എല്ലാം ശ്രദ്ധിച്ചേ. ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ഉണ്ടായ ഇഷ്യൂസ് ഉണ്ടെങ്കിലേ ലാമ്പ് ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം വന്നതിന് ശേഷം ഇത് റെഡ് ലൈറ്റ് ഓൺ ആക്കാം. ഓൺ ആക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്പെക്ട്രോമീറ്റർ എന്ന് വെച്ചാൽ ഇത് വരും, ഡബിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്റർ എൻ്റെ പേര്. അപ്പോൾ നോക്കി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് കാണിക്കും ഹോണിങ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ. അപ്പോൾ അത് കഴിയുന്നൊരു വെയിറ്റ് ചെയ്യാതെ അതിൻ്റെ ഒരു സെറ്റിംഗ് VRS അതുപോലെ തന്നെ ഹോണിങ് വേവ് ലെങ്ത് കാണിക്കും. ഇതൊക്കെ സെറ്റാണ് കേട്ടോ. ഇൻറ്റേർണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്യണ്ട, വെയിറ്റ് ചെയ്യാൻ മാത്രം ചെയ്യാം. അത് കഴിയുമ്പോൾ നോർമലായിട്ട് ബ്ലാങ്ക് ആയിട്ടൊരു ഇൻ്റർഫേസ് വരും. കാണിച്ചു തരാം.
വേവ് ലെങ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ട വേവ് ലെങ്ത് എത്രയാണെന്ന് അറിയോ? ഒരാളെങ്കിലും പ്രൊസീജിയർ വായിച്ചിട്ട് സമാധാനത്തിന് നോക്കി അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കി ലാമ്പ് വേണം. അവിടെ ലാമ്പിൽ വിസിബിൾ ആക്കാം. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യാം, ബ്ലാങ്ക് എടുക്കുക. ബ്ലാങ്ക് എടുത്തിട്ട് ഇത് തുറന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഈ ഭാഗത്തു നിന്നാണ് എന്ത് വരുന്നത്, റേസ് വരുന്നത്. അപ്പോൾ ബ്ലാങ്ക് എപ്പോഴും വെക്കേണ്ടത് ഫസ്റ്റ് സ്ലോട്ടിലാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ലോട്ടിൽ, 5 എണ്ണത്തിലല്ല. 5 എണ്ണം എന്ന് പറയുന്നത് സാമ്പിൾസ് വെക്കാനുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ അത് നോക്കി എൻ്റെ നേരിൽ ഇത് വരുന്നത് ട്രാൻസ്ഫറിൻ്റെ ഇട്ട് വരുന്നത് അതെന്ത് ചെയ്യുക, ഈ സ്ലോട്ടിലോട്ട് കറക്റ്റ് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചില്ലേ, ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഇങ്ങോട്ട് വയ്ക്കുക. ഇനി നമ്മൾ ഈ ടൂൾ ബാറിൽ തന്നെ ടോപ്പിൽ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, മോഡിൽ പോയിട്ട് സിംഗിൾ വേവ് ലെങ്ത്തിൽ പാരാമീറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് നിങ്ങൾ നോക്കി ഒരു ടിക്ഡ് കണ്ടോ, ഒരു മാർക്ക് അബ്സോർബൻസ് എന്ന് പറഞ്ഞിട്ട്, അത് തന്നെയാണോ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ എൻട്ര വേവ് ലെങ്ത് കണ്ടോ, ഇത് മുന്നിൽ കിടന്നായിരുന്നു 540. നമുക്ക് വേണ്ടത് 510 നാനോമീറ്റർ, NM ആണ് വേണ്ടത്. സോ 510 ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്ത കാരണം 510 എടുക്കുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ചിലപ്പോൾ വേറെ മാർക്ക് എടുക്കുന്നുണ്ടായിരിക്കും, 540, 60 വരും. അപ്പോൾ ഒന്ന് എന്താക്കണം, 510 അടിക്കുക. ഇനി നോക്കിയാൽ എൻ്റെ സാമ്പിളിനെ എന്തെങ്കിലും പേരടിക്കുക. നിങ്ങളുടെ പേരെന്താ? പോയി അടിക്കുക. ഉദാഹരണത്തിന് അടിച്ചു. ഇനി നമ്മൾക്ക് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ബ്ലാങ്ക് ഉണ്ടല്ലോ, ബ്ലാങ്കിൻ്റെ അബ്സോർബൻസ് ഇവിടെ റീഡ് ചെയ്യാണ് ചെയ്യുന്നത്, മെമ്മറിയിൽ സൂക്ഷിക്കും. ഇനി ആ റീഡിങ് വെച്ചാണ് സാമ്പിൾ അവരെന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ ഒരു കാണിക്കില്ല ബ്ലാങ്കിൻ്റെ, അത് ഓൾറെഡി ഒരു എന്താ പറയുക ബെഞ്ച് മാർക്കുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഒരു ഇതുപോലെ കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ റിസൾട്ട് വരുമ്പോൾ ഈ ഇൻ്റർഫേസ് വരാം. പക്ഷേ ഇതിനകത്ത് ഒന്നും റിസൾട്ട് കാണിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ബ്ലാങ്ക് കൊടുത്തേക്കുന്നത് അത് റീഡ് ചെയ്ത് വെച്ചേക്കുന്ന മെമ്മറിയിൽ കമ്പ്യൂട്ടർ. ഇനി എന്ത് ചെയ്യണം, ഇതിന് സാമ്പിൾ വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കി ഈ ടൂൾ ബാറിൻ്റെ അടിയിൽ കുറേ ഐക്കൺസ് കണ്ടോ, ഇതിൽ ഈ ഒരു ഇത് കണ്ടോ, ഒരു റെഡ് കളർ ടെസ്റ്റ് ട്യൂബ് പോലെ, ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ തുറന്നു വരും. ഇതിനകത്ത് 5 സെൽസ് കൊടുത്തിട്ടുണ്ട്. അതിന് മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാങ്ക് വെച്ചില്ലേ ഒറ്റ സ്ലോട്ട്, അതിന് ഇപ്പുറത്ത് എന്തുണ്ട്, ഒരു 5 സ്ലോട്ട് ഉണ്ട് റൗണ്ടിലുള്ളത്. ആ 5 എണ്ണമാണ് ഈ 5 സ്ലോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം സെൽ 1 വെച്ചാണ് ഞാൻ പറയാം, നമ്പറിങ് ഉണ്ടായിന് 5 സ്ലോട്ടിനും നോക്കി അറിയാൻ പറ്റുമോ, 1 കൊടുത്തിട്ടുണ്ട് ഓരോ സ്ലോട്ടിനും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ബാച്ച് ചെയ്യേണ്ടത് സെൽ 1 ആണെന്നുണ്ടെങ്കിൽ സെൽ 1 ടിക്ക് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും പേര് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ എടുത്ത് കഴിഞ്ഞ് പോയി അടുത്ത ബാച്ച് വന്നിട്ട് അവർക്കിപ്പോൾ ഇവിടെ വെക്കണം വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റും. ഈ ഒന്നുള്ള തിരിച്ച് 2ക്ക് ആക്കുക. എന്നിട്ട് 2 അത് നിങ്ങൾ ചെയ്യുമ്പോൾ മതി കേട്ടോ. 2ക്ക് ആക്കിയപ്പോൾ എന്ത് ചെയ്യുന്നത്, അൺടിക്ക് ഇട്ട് 2ൽ വെക്കണം. അതായത് ആ ഓരോ സ്ലോട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഓരോ സെല്ലുകളാണ്. ഇപ്പോൾ നിങ്ങൾ 3ാമത്തെ ബാച്ച് വന്നാൽ ഇതിൽ തന്നെ വെക്കണം എന്നില്ല, അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇതിൽ വെക്കാം. അങ്ങനെ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇത് മാത്രം ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. അത്രയും കോൺസെപ്റ്റ് ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യുന്നത് സെൽ 1 അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. പിന്നെ എന്ത് ചെയ്യണം, ഇത് വയ്ക്കണം. ഇതും ഇതേപോലെ തന്നെ ട്രാൻസ്പാരൻ്റ് ഏരിയ നമ്മുടെ നേരെ വരണം. റേസ് പോകുന്നത് ഈ സെക്ഷൻ അത്ര ആലോചിച്ചാൽ മതി. ഇതിൽ വയ്ക്കുന്നു, രണ്ട് പാരലായിരിക്കണം കേട്ടോ. ഇതും പാരലായിരിക്കണം കണ്ടോ, പാരലായിരിക്കണം. ഇനി ക്ലോസ് ചെയ്യാം. ഇനി സെൽ 1 നമ്മൾ വെച്ചേക്കുന്നത്, സെൽ 1 ടിക്ക് ചെയ്യുക. എന്തെങ്കിലും പേര് കൊടുക്കുക, വാട്ട് ആർ ഇറ്റ് ഈസ്, കുഴപ്പമില്ല, എന്ത് വേണം കൊടുക്കുക. വേവ് ലെങ്ത് ചെക്ക് ചെയ്താൽ 520 ചെക്ക് ചെയ്യുക. ആണെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മുന്നേ കൊടുത്ത ബ്ലാങ്കിൻ്റെ റീഡിങ്ങും ഇപ്പോൾ വെച്ച സാമ്പിളും കൂടി അവർ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് ഇവിടെ റീഡിങ് കൊടുക്കും. അബ്സോർബൻസ് 0.204 ആണ് അബ്സോർബൻസ് വന്നേക്കുന്നത്. ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ അയൺ കണ്ടന്റ് കിട്ടും. ഇത് മിക്കവാറും കൂടുതലായിരിക്കും അയൺ കണ്ടന്റ്. ശരിക്കും നമുക്ക് പെർമിസുള്ള എത്രയാണെന്ന് അറിയോ, 0.3 ആണ്. ഇത് എന്തെങ്കിലും കൂടുതൽ വരും. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായി, ഇതാണ് പ്രൊസീജിയർ. ഇത്രേ ഉള്ളൂ.